ഹലോ ഗോയ്സ്, അപ്പോൾ റീസെൻ്റ്ലി ഞാൻ BBC-യുടെ ഒരു ഡോക്യുമെൻ്ററി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ലോൺ ആപ്ലിക്കേഷൻസെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ന്യൂസൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞു കാണും, ഗവൺമെൻറ് ഏകദേശം ഒരു 600ഓളം ലോൺ ആപ്ലിക്കേഷനെ റീസെൻ്റായിട്ട് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ റീബ്രാൻഡ് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷൻസ് എല്ലാം റൺ ചെയ്യുന്നത് ഒരു ചൈനീസ് കമ്പനിയാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യും. അതും സിമ്പിൾ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ പാൻ കാർഡ്, അതുപോലെ നമ്മുടെ ഫോട്ടോ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമുക്ക് ലോൺ തരും. ഈ ലോൺ തരാൻ വേണ്ടി ഇവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി വേണം ഈ പരിപാടികളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ നമ്മളോട് നമ്മുടെ കോൺടാക്ട്സിനെയും നമ്മുടെ ഗാലറിയുടെ ആക്സസ് ചോദിക്കും. നമ്മൾ മിക്കവാറുള്ള എല്ലാവരും അത് കൊടുക്കുകയും ചെയ്യും. ഇത് കൊടുത്തില്ലെങ്കിൽ അവർ നമുക്ക് ലോഡ് തരത്തുമില്ല. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ കോൺടാക്ട്സ് അവരുടെ കയ്യിലാവും, അതേപോലെ തന്നെ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസും അവരുടെ കയ്യിലുണ്ടാവും. ഇപ്പോൾ കോൺടാക്ട്സ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ പല പല രീതിയിലായിരിക്കുമല്ലോ സേവ് ചെയ്ത്. ഇപ്പം നമ്മുടെ അച്ഛനെന്നുണ്ടെങ്കിൽ അച്ഛനായിരിക്കും നമ്മൾ സേവ് ചെയ്തിട്ടേക്കുന്നത്, അല്ലെങ്കിൽ ഡാഡെന്നായിരിക്കും സേവ് ചെയ്തിരുന്നത്. ഇങ്ങനത്തുള്ള പേഴ്സണൽ കോൺടാക്ട്സ് എല്ലാം അവരെടുത്ത് വെച്ചേക്കും. നമ്മൾ ഒരു ലോൺ എടുത്തു ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് എന്ന് ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റിലായിരിക്കും എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് തിരിച്ചടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഇത് അടച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. ലോൺ അടയ്ക്കുമെന്ന് പറഞ്ഞ് അവസാനം തെറിവിളി വരെയാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ കോൺടാക്ട്സ് അവരെടുത്ത് വെച്ചിട്ടില്ല, ആ കോൺടാക്ട്സിനെ അവർ വിളിച്ചിട്ട് അവരോട് പറയും ഇന്ന ആളിങ്ങനെ ലോൺ എടുത്തിട്ടുണ്ട്, അവർ പൈസ തിരിച്ചടയ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ശല്യം ചെയ്യാൻ തുടങ്ങും. അപ്പോഴും നമ്മൾ തിരിച്ചടയ്ക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഫോട്ടോസ് എടുത്ത് മോർഫ് ചെയ്ത് ന്യൂഡാക്കും. എന്നിട്ട് നമുക്ക് തന്നെ വാട്സപ്പിൽ അയച്ചു തന്നിട്ട് പറയും നിങ്ങളുടെ കോൺടാക്ട്സുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കുമെന്ന്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മളെ എത്തിച്ചിട്ട് പൈസ തിരിച്ചടപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇവിടുന്നതിലേക്ക് പൈസ മേടിച്ചിട്ട് അത് തിരിച്ചടയ്ക്കും, അല്ലെന്നുണ്ടെങ്കിൽ സൂയിസൈഡ് ചെയ്യും. ഇങ്ങനെ സൂയിസൈഡ് ചെയ്തവരുടെ എണ്ണം കഴിഞ്ഞൊരു വർഷം തന്നെ ഏകദേശം 50+ ആണ്. അതായത് 50-ൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഒരു ഇഷ്യൂ കാരണം സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്വന്തം ഫാമിലിയുള്ള എല്ലാവരെയും കൊന്നിട്ട് സൂയിസൈഡ് ചെയ്ത ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഈ ലോൺ അടയ്ക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് വേറെ ആൾക്കാരെ കൊന്നിട്ട് അവരുടെ സ്വർണം മോഷ്ടിച്ച് ഈ ലോണിന് അടച്ച ആൾക്കാരുണ്ട്, ഈ ലോൺ തിരിച്ചടച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കര സീരിയസ് ഇഷ്യൂ ആയിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലോൺ ആപ്ലിക്കേഷൻസ് ജെന്യുവിൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ജെന്യുവൻ ആപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഒരു 4-5 കമ്പനീസ്, ടോപ്പ് കമ്പനീസ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് സത്യമാണ്. അവരെയൊക്കെ ബ്രാൻഡ് അംബാസിഡർ, മഹേന്ദ്ര സിംഗ് ധോണിയൊക്കെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ലോൺ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിലേറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു കാര്യവും ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്. അവരും ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതായത് നമ്മളുടെ കോൺടാക്ട്സ് അവർ മോർഫിംഗ് പരിപാടിയിലേക്ക് പോകത്തില്ലായിരിക്കും, തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ് വരെ അവർ പോകും പൈസ തിരിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏത് ബ്രാൻഡാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ടോപ്പ് കമ്പനീസിനൊക്കെ എന്തായാലും ക്ലയൻസിന് സിമ്പിളായിട്ട് കിട്ടും. കാരണം നമ്മളിങ്ങനെ ഗൂഗിളിൽ കയറിയിട്ട് ലോൺ എങ്ങനെ എടുക്കുമെന്നൊക്കെ സെർച്ച് ചെയ്താൽ ഇവരൊക്കെ വരും. എന്നാൽ ഈ ചെറിയ കമ്പനീസ് എങ്ങനെയാണ് നമ്മൾ ട്രാപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡേറ്റാ ബേസിൽ നമ്മുടെ ഒരു മൊബൈൽ നമ്പർ അവർക്ക് കിട്ടും. അപ്പോൾ മൊബൈൽ നമ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, യു ആർ എലിജിബിൾ ഫോർ ഇത്ര രൂപ ലോൺ, ക്ലിക്ക് ദിസ് ലിങ്ക് എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ മിക്കവാറുള്ളവർക്ക് തന്നെ അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ചിലപ്പം ചില ആൾക്കാർ വെറുതെ കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ കയറി ആ പരിപാടിയൊക്കെ ചെയ്യും. അപ്പം കിട്ടും, നല്ല കിടിലം പണി കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മളെ ഇവർ ട്രാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെ ലോൺ വല്ലതും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അടച്ചു തീർത്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഈ മറ്റേ ഒരു ഇഷ്യൂ, അതായത് ഈ ടോർച്ചർ ചെയ്യുന്ന ഇഷ്യൂ ഒക്കെ നിങ്ങൾ കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലാതെ ഇത് മെൻ്റലി എടുക്കാതിരിക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോണും കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും എടുക്കാതിരിക്കുക. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.